എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. സോളോ ട്രിപ്പ് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ലൈഫിൽ സംഭവിച്ച 3 എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എനിക്ക് അത്രയും ഓർക്കാൻ പേടിയുള്ളതും ഞാൻ ഒരിക്കലും മറക്കാത്ത 3 സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരും എന്നെ തോട്ടിൽ പോയി വിചാരിച്ചിട്ട് എല്ലാവരും പേടിച്ചു. കാരണം തോട്ടിൽ പോയാൽ കിട്ടൂല, അത്രയും ഒലിവുള്ള സമയം, അത്രയും വെള്ളമുള്ള സമയമാണ്. ഷബീർ ഖാൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണ്. ഞാനാണെങ്കിൽ ഫോട്ടോസ് എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷബീർ ഖാൻ്റെ ഫോൺ വാങ്ങിച്ചിരുന്നു. ആ ഒരു ട്രോമ പിന്നെ കാലകാലം നമ്മൾ വിട്ട് പോകില്ല. എനിക്ക് ഇപ്പം തന്നെ ഓർക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. അന്ന് രാത്രി ഞങ്ങൾക്ക് ഉണ്ടായൊരു സംഭവം ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് വന്ന വഴി തന്നെ പോവാം, മെയിൻ റോഡിൽ കൂടെ തന്നെ പോവാം, അതാകുമ്പോൾ ആളും വെളിച്ചമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായെന്ന് പറയണത്, ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂർ പോയിക്കാം. എൻ്റെ ലൈഫിൽ സംഭവിച്ച 3 എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എനിക്ക് അത്രയും ഓർക്കാൻ പേടിയുള്ളതും ഞാൻ ഒരിക്കലും മറക്കാത്ത 3 സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. സോളോ ട്രിപ്പ് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ എൻ്റെ 2ാം ജന്മത്തെക്കുറിച്ച് പറയാം. അതായത് മരിച്ച് ജീവിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ 2018 പ്രളയം ഉണ്ടായിരുന്ന സമയം. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ വെള്ളം കയറി, പാടവും തോടും എല്ലായിടത്തും വെള്ളം കയറി. അപ്പോൾ റോഡിൽ ഫുള്ള് വെള്ളം. ഞങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈപ്പാസ് റോഡ്, അതിൻ്റെ അപ്പുറം പാടമാണ്. ആ ഒരു പാടത്തിൻ്റെ അവിടെ വലിയൊരു തോടും ഉണ്ട്. അപ്പോൾ ഈ തോട് ഫുള്ള് നിറഞ്ഞിട്ട് പാടത്ത് ഫുള്ള് വെള്ളം കയറി. 2 പാടത്തും വെള്ളം, റോഡിലും വെള്ളം. അപ്പോൾ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ ചെക്കന്മാർ എല്ലാവരും കൂടി വോളിബോൾ കളിക്കാൻ വേണ്ടി പോയി. അന്നാണെങ്കിൽ എല്ലാവർക്കും ഒഴിവാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും. മൊത്തം പ്രളയം, കേരളത്തിൽ മൊത്തം പ്രളയമുള്ള സമയത്ത് 2018 തോന്നണം. അങ്ങനെ ഞങ്ങൾ വോളിബോൾ കളിക്കാൻ വേണ്ടി പോയി. നമ്മൾ റോഡിലൊക്കെ ഫുൾ നമ്മളെ ഒരു മുട്ടിൻ്റെ അത്ര വെള്ളം ഉണ്ടാവും. അങ്ങനെ വെള്ളമുള്ള സമയത്ത് നമ്മൾ വോളിബോൾ കളിക്കുന്നു റോഡിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നമുക്ക് മത്സരം വെച്ചാലോ, നീന്തൽ മത്സരം വെച്ചാലോ, പാടത്ത് ചാടിയിട്ട് ആരാ ഫസ്റ്റ് എത്തുക നോക്കുക, അവരുടെ വക ഫുഡ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മത്സരം വെച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 6-7 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പാടത്ത് ചാടിയിട്ട് മത്സരം വെച്ച്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അവനായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ, ഞാൻ 2ാമതായിരുന്നു. അപ്പോൾ അവനെ നീന്തി സ്ട്രെയിറ്റ് പോയിട്ടുണ്ട്. ഞാൻ അവൻ്റെ തൊട്ട ബാക്കിലുണ്ട്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എത്തുന്നേ ഉള്ളൂ, അവർ നീന്തി ബാക്കിൽ നിന്ന് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെത്തുന്നതിന് കുറേ സമയം ഉണ്ടല്ലോ. അപ്പോൾ അവരെത്തുന്നതിന് മുന്നേ സൈഡിലൊരു, അതായത് റോഡിൻ്റെ സൈഡിൽ, ഞങ്ങൾ പാടത്താണ് ചാടിയിട്ടുള്ളത്, റോഡിൻ്റെ സൈഡിൽ നമ്മൾ ഒരു മതിലുണ്ടാവില്ല, ഇങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് മതിലുണ്ടാവില്ലേ, ബൈപ്പാസിൻ്റെയൊക്കെ സൈഡിൽ കാണുന്നത്, അങ്ങനത്തെ ഒരു മതിലുണ്ട്. അപ്പോൾ ഞാൻ നീന്തി ആ മതിലുമ പോയി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നീന്തി ചെന്നിട്ട് ആ മതിലുമ പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ കാല് 2 അടിയിലോട്ട് പോയിട്ട് തല അങ്ങോട്ട് ഇടിച്ച്. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഒന്നുമില്ല, ബോധമില്ല. അങ്ങനെ അപ്പോൾ ഇവർ നീന്തി വന്നപ്പോൾ എന്നെ കാണാനല്ല പാടത്ത്. ഈ ഫ്രണ്ടിലുള്ള അനസ് തിരിഞ്ഞു നോക്കിയപ്പോഴും എന്നെ കാണുന്നില്ല. അപ്പോൾ ഇവൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ എല്ലാവരുടെ വിചാരം ഞാൻ ഈ പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് തോടാ, ഞാൻ തോട്ടിൽ പെട്ടിട്ട് ഒഴുകിപ്പോയി എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഞാൻ എന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ, ഈ ഓഗ് ചാലുണ്ടാവില്ലേ, അതായത് റോഡിൻ്റെ അടിയിൽ കൂടി, റോഡിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഓഗ് ഉണ്ടാകുന്നത്, ഒരു പാടത്തുനിന്ന് മറ്റേ പാടത്തിലേക്ക് വെള്ളം പോകുന്ന ഓഗ് ചാല്, അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ പോയിട്ട് ഈ പാടത്തുനിന്ന് റോഡിൻ്റെ അടിയിൽ കൂടി അപ്പുറത്തെ പാടത്തേക്ക് പോയി തെറിച്ചിക്കണം. എനിക്കൊന്നും ഓർമ്മയേ ഇല്ല. അപ്പോൾ ഇവരെല്ലാവരും എന്നെ തോട്ടിൽ പോയി വിചാരിച്ചിട്ട് എല്ലാവരും പേടിച്ചു. കാരണം തോട്ടിൽ പോയാൽ കിട്ടൂല, അത്രയും ഒലിവുള്ള സമയം, അത്രയും വെള്ളമുള്ള സമയമാണ്. ഇവരെല്ലാവരും കൂടെ പാടത്ത് എന്നെ തിരയാ. അപ്പോൾ റോഡിൽ നിൽക്കുന്ന ഒരാൾ നോക്കിയപ്പോൾ ഞാൻ അപ്പുറത്തെ പാടത്ത് പോയിട്ട് ബോധമല്ലാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പത്തിന് ഇയാൾ വന്ന്, അതും വെള്ളത്തിലാണ് കിടക്കണേ. അപ്പത്തിന് ഇവരെല്ലാവരും ഇവിടെ, ഇയാളെന്നെ കണ്ടിട്ട് ഇയാൾ ഓടി വന്നിട്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് എന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഒരു പടച്ചോനെ കണ്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതായത് നമുക്ക് എന്താ സംഭവിക്കുക നമുക്ക് മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു സാധനം. ഞാൻ ആ മതിലുമ പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ കാല് 2 വലിച്ചുള്ളിലോട്ട് പോയിട്ട് തല ഇടിച്ച്. പിന്നെ ഞാൻ എവിടേക്കാണ് പോണേ, എന്താ പോണേ, അതായത് ഞാനിങ്ങനെ എൻ്റെ വിചാരം ഞാൻ മരിച്ചു പോകുക തന്നെ ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് വേറെ ഒന്നും കാണുന്നുമില്ല, ഫുള്ള് ഇരുട്ട്. പക്ഷെ ഞാൻ എവിടേക്കോ പോകുന്നുണ്ട്. പോയി മറ്റേ പാടത്തൊക്കെ ചെന്ന് തെറിച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മേത്തുകൂടി ഫുള്ള് മുറി ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ TT ഒക്കെ അടിച്ച് മറ്റേ ഗ്ലൂക്കോസൊക്കെ കയറ്റി അങ്ങനെ വീട്ടിലോട്ട് പോയി. പിന്നെ ഞാനത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർ പേടിക്കും വിചാരിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നെ നാട്ടുകാരൊക്കെ അത് അറിഞ്ഞ് എന്തായാലും വീട്ടിൽ ന്യൂസ് എത്തുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
അന്ന് ഇതേപോലെ ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ആർക്കിടെക്ചറിന് ചേരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. അതുപോലെ തന്നെ എനിക്ക് വെള്ളത്തിൽ നിന്ന് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പള്ളിക്കുളത്ത് പോകും ചാടാൻ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീന്തലും വെള്ളം തോടും കുളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നീന്താൻ അറിയാം. അപ്പം ഞാനും എൻ്റെ കസിൻ ചെറുതാണ്, ഞങ്ങൾ രണ്ടാളും കൂടെ പള്ളിക്കുളത്തിൽ ചാടാൻ വേണ്ടി പോയി. അപ്പോൾ പോയ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ബിലാൽ എന്ന് പറഞ്ഞിട്ട്, ലാലു എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഓനും ഓൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് പള്ളിക്കുളത്തിലുള്ളത്. അത് ഏകദേശം ഒരു ളുഹ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതായത് ഒരു ഉച്ച ആ ഒരു ടൈമിലാണ് ഞങ്ങളിങ്ങനെ കുളത്തിൽ ചാടുക. അപ്പോൾ ഈ ലാലുവിന് നീന്താൻ അറിയില്ല. ലാലു സ്റ്റെപ്പും ഇരിക്കുക കുളത്തിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പോയി ഞാൻ ലാലുവിനോട് പറഞ്ഞു, ഞാൻ നീന്തുമ്പോൾ ഇതിൻ്റെ പുറത്ത് കയറിക്കോ, ഞാൻ എന്നിട്ട് പുറത്ത് കയറി അങ്ങനെ നീന്തിയാൽ മതി എന്ന് പറഞ്ഞു. നല്ല ആഴമുള്ള കുളമാണേ. നമ്മൾ വലിയ ഡയലോഗ് അടിക്കുമല്ലോ, എനിക്ക് വലിയ നീന്താൻ അറിയാം, ഞാൻ നീന്തുമ്പോൾ ഇതിൻ്റെ പുറത്ത് കയറിക്കോ, അതിനെ ഞാൻ ഇതാക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഞാൻ ഡയലോഗ് അടിച്ചു. അന്ന് ഞാൻ ഇത്രയില്ല എൻ്റെ ശരീരം, ഇപ്പം തന്നെ ഞാൻ മെലിഞ്ഞിട്ടാണ്. അപ്പം അന്നത്തെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു സമയത്താണ്. അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ കുതിക്കുക, ഇതിൻ്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി, എന്നിട്ട് ഞാൻ എന്നെ അക്കരക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവൻ അതുപോലെ അങ്ങോട്ട് ചെയ്ത്. ഞാനിങ്ങനെ കുതിച്ചപ്പോൾ ഇങ്ങനെ ടൈറ്റാക്കി എന്നെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഞാൻ ചാടിയൊക്കെ തന്നെ ഞാൻ മുങ്ങി. എനിക്ക് പൊന്താൻ വയ്ക്കുന്നില്ല, കാരണം ഇവൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നേക്കായും വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇവൻ എന്നെ പിടിച്ച് മുക്കുക. ഇവൻ പേടിച്ചിട്ട് വെപ്രാളം കൊണ്ട് എന്നെ പിടിച്ച് മുക്കുക. കൂടെ വന്ന 2 ആൾക്കാർ ചിരിക്കുക. അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. എനിക്ക് നീന്താൻ വയ്ക്കുന്നില്ല, ഞാൻ മുങ്ങുക. ഞാൻ അങ്ങനെ തല പൊക്കുമ്പോഴത്തേന് ഇവൻ എൻ്റെ തല പിടിച്ച് താത്തുക, എൻ്റെ പുറത്ത് കടന്ന് ഇവൻ പെടയാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ശ്വാസമൊക്കെ പോയി, എൻ്റെ കണ്ണൊക്കെ തുറച്ചു. അപ്പോഴാണ് കൂടെ വന്ന 2 ആൾക്ക് മനസ്സിലായത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇവർക്കാണെങ്കിൽ രക്ഷിക്കാനും പറ്റുന്നില്ല, കാരണം ഇവർക്കും പേടിയാവുക. അതായത് രക്ഷിക്കാൻ വരുമ്പോൾ എൻ്റെ പുറത്ത് കിടക്കുന്ന ആൾക്കാർ എന്തെങ്കിലും കൈയിട്ട് ഇതാക്കുമോ വലിക്കുമോ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ഇവർ 2 പേരും പിള്ളേരാണ്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അന്ന് പള്ളിക്ക് നിസ്കരിക്കാൻ വന്ന ഒരാൾ ആരോ കണ്ടിട്ട് മൂപ്പര് ചാടിയിട്ടാണ് പിടിച്ചു മാറ്റിയത്. അങ്ങനെ 2 എക്സ്പീരിയൻസ് എനിക്ക് വെള്ളത്തിൽ നിന്ന് ഉണ്ടായിരിക്കണം. അത് 2ഉം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായെന്ന് പറയണത്, ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂർ പോയിക്കുക. പോണ്ടിച്ചേരിക്കായിരുന്നു പോയത്. ഞങ്ങൾ ആർക്കിടെക്ചറാണ് പഠിച്ചിരുന്നത്. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡോക്യുമെൻറ്റേഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അർബൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ UD എന്ന് പറയും. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തിൻ്റെ ആർക്കിടെക്ചർ കാര്യങ്ങളെല്ലാം പഠിച്ച് ആ സ്ഥലത്തിനെ കുറിച്ചൊരു മാപ്പ് ഉണ്ടാക്കി, പ്ലാൻ ഉണ്ടാക്കി, ഫുൾ ഡീറ്റെയിൽസ്, ഹിസ്റ്ററി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം ഒരു സ്ഥലത്തെ. അപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരി ആയിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്. ഫ്രണ്ട്സ് ടൗൺ ആണ് സെലക്ട് ചെയ്തിരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരാഴ്ചത്തോളം നിന്നിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കോളേജിൽ നിന്ന് എല്ലാവരും ഉണ്ടാവും, നമ്മുടെ കൂടെ 3 ടീച്ചേഴ്സും ഉണ്ടാവും, ബാക്കിയെല്ലാം നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ റൂൾ എന്താണെന്ന് വെച്ചാൽ, നൈറ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും റൂമിൽ കയറണം. റൂമിൽ കയറിയിട്ട് അറ്റൻഡൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. 9 മണിയാണ് ലാസ്റ്റ് ടൈം. അതുവരെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങോട്ട് പോവാം, ഇതാക്കാം. കാരണം മെയിനായിട്ട് നമ്മുടെ സാധനങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. കാരണം നമ്മളൊരു വർക്കിനാണല്ലോ പോയിക്കണം. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ എങ്ങോട്ടും പോവാം, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കോളേജ് പിള്ളേരല്ലേ, നമ്മൾ 9 മണിന്ന് പറഞ്ഞിട്ട് 9 മണിക്ക് കറക്റ്റ് ഹോട്ടലിലെത്തും. പക്ഷേ ടീച്ചേഴ്സ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചാടും. കാരണം ആ ഹോട്ടൽ 24 hours ആയിരുന്നു, നമുക്ക് പുറത്തൊക്കെ പോവാം. അങ്ങനെ ഞങ്ങൾ ചാടിയിട്ട് രാത്രിയൊക്കെ ഞങ്ങൾ നടക്കാൻ പോകും, ആരും കാണാതെ, ടീച്ചേഴ്സ് അറിയാണ്ട് ഞങ്ങൾ നടക്കാൻ പോകും. അപ്പം അങ്ങനെ പോയ സമയത്ത് സ്വപ്നക്കൂട് സിനിമ ഷൂട്ട് ചെയ്ത, അതായത് സ്വപ്നക്കൂടിൽ അവരുടെ വീടില്ലേ, ആ വീട് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ കുറച്ച് അധികം നടക്കാനുണ്ട്. പക്ഷേ അവിടെ റോക്ക് ബീച്ച് ഉണ്ട്. ഈ ബീച്ചിൻ്റെ അറ്റത്താണ് ഈ വീടുള്ളത്. ആ വീട് ഇപ്പോൾ ഒരു കഫേ കേട്ടോ, സ്പോട്ട് കഫേ എന്ന് പറഞ്ഞിട്ട് അതാണ് അതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ രാത്രി എല്ലാവരും കൂടെ നടക്കാൻ ഇറങ്ങി. ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു തോന്നി, കറക്റ്റ് ഓർമ്മയല്ല. ഞങ്ങളെല്ലാവരും കൂടെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് ആ വീട് കാണാൻ വേണ്ടി പോയാലോ, അവളത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ പോകണം, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ, രാത്രി ഇപ്പം എന്താ കാണാനുള്ള, നമുക്ക് നാളെ രാവിലെ പോകാമെന്നാണ്. പക്ഷെ അവൾക്ക് അപ്പം തന്നെ അത് കാണണം, ഭയങ്കര നിർബന്ധം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞു, നമുക്ക് എല്ലാവരും കൂടെ നടന്നാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കാരണം ഇത് ബീച്ചിൻ്റെ അറ്റത്താണ്. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് നാളെ പോവാം, ഇപ്പം ഞങ്ങൾക്ക് ആർക്കും നടക്കാനൊരു മൂഡില്ല, ഈ ആണെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും മൂടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധം പോകണമെന്ന്. ഞാൻ ഓളൊരു ആഗ്രഹം പറഞ്ഞല്ലേ വിചാരിച്ചു ഞാനും ഓളും കൂടെ നടന്ന്. ബാക്കിയുള്ളവർ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നു. ഞങ്ങൾ ഈ വീട് ലക്ഷ്യം വെച്ച് അങ്ങോട്ട് നടന്നു. അങ്ങനെ നടന്ന് നമ്മൾ കുറേ അറ്റത്തെത്തി.
ആ സമയത്ത് നമ്മളെ രണ്ടാളെ ഫോണിൽ റേഞ്ച് പോയിക്കണം കേട്ടോ. നമുക്ക് നെറ്റും കിട്ടുന്നില്ല, കോൾ ചെയ്യാൻ പറ്റുന്നില്ല, റേഞ്ച് പോയി. ആ വീടിൻ്റെ അവിടെ എത്തി ഏകദേശം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ദീപാവലി ടൈമാണ്. പോണ്ടിച്ചേരിയിൽ എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ ഉള്ളത്. ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി, വീടൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഓള് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടി ഒരു ലൊക്കേഷൻ ഉണ്ട്, ഓള് രാവിലെ ഈ പരിസരത്ത് കൂടി പോയിരുന്നു, പക്ഷേ ഈ വീടാന്ന് ഓൾക്ക് അറിയില്ലായിരുന്നു. ഓള് ഓൾറെഡി ഇത് കണ്ടുകണ്. ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മളെ ഹോട്ടലിലേക്ക് എത്താൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് അതിലൂടെ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ റിസ്ക് എടുക്കേണ്ട, ഒന്നാമത് രാത്രിയാണ്, നമ്മൾ ഏകദേശം ഒരു 12-1 മണി ആ സമയത്താണ് പോയിക്കണത്. അപ്പോൾ ഒന്നാമതേ രാത്രിയാ, പിന്നെ നമ്മൾ രണ്ടാളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന വഴി തന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫുണ്ടപ്പെണ്ണ് കേട്ടില്ല. ഓൾക്ക് അപ്പത്തായി ഭയങ്കര വാശിയാ, ഓൾക്ക് ആയിക്കൂടെ തന്നെ പോകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് ഇടാൻ നെറ്റൊന്നും കിട്ടുന്നില്ല. ഇവള് ഒരു ഊഹാപോഹം വെച്ചിട്ട് ഓൾക്ക് അറിയാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് വന്ന വഴി തന്നെ പോവാ, മെയിൻ റോഡിൽ കൂടെ തന്നെ പോവാ, അതാകുമ്പോൾ ആളും വെളിച്ചമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഓൾക്ക് ഇതിൽ കൂടെ തന്നെ പോകണം, ഓൾക്ക് അത്രയും നടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ഓള് പറഞ്ഞ വഴിയിലൂടെ അങ്ങനെ പോവുക. അതായത് ഒരു ഇടുങ്ങിയ വില്ലേജിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ നടക്കുക. ഒരു വില്ലേജ് അല്ല, ഫ്രഞ്ച് ടൗൺ ആണത്. പക്ഷെ അവിടെ ഈ ഒരു സ്പേസ് സ്ഥലത്ത് ആരും ഇല്ല, ആൾക്കാർ വളരെ കുറവാണ്, ലൈറ്റും ഇല്ല, വെളിച്ചമല്ല, അങ്ങനെ ഒതുങ്ങിയൊരു ഇതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കുറേ ചെക്കന്മാരെ തല്ലുവിടുന്നുണ്ട്. അവർ കള്ളു കുടിച്ച് വെള്ളം അടിച്ചിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വന്നടിയാ, വന്ന അലമ്പാ. അവിടുത്തെ ലോക്കൽസാന്ന് തോന്നുന്നു, അവിടുത്തെ നാട്ടുകാരാന്ന് തോന്നണം. അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇവളെ കണ്ടപ്പോൾ ഇവന്മാരെന്ത് ചെയ്ത് ബൈക്ക് എടുത്തിട്ട് പിന്നാലെ വരിക, ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വരിക. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, അതേപോലെ ഇവരിങ്ങനെ വന്ന് നമ്മളെ വട്ടം ചുറ്റുക. ഞാൻ ശരിക്കും പേടിച്ച്. കാരണം എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് പോലെ തടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യുക, ഇവളും പേടിച്ചു, ഞാനും പേടിച്ചു. ഇവര് നമ്മളെങ്ങനെ വട്ടം ചുറ്റുക, ഇവളെ കമന്റ് അടിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഓലോടൊന്ന് എതിർത്ത് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം ഓല നാടാണത്, ഒരുപാട് ആൾക്കാരും ഉണ്ട്, പോലെ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചും കൂടെ സ്പീഡിൽ നടന്നു. ഇവർ പിന്നാലെ വരിക, ഇവർ കമന്റ് അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇവര് ഓള് കരയാനായി, കരഞ്ഞുണ്ട്, ഇങ്ങനെ ഓള് പറക്കുന്നുണ്ട്. ഞാനും പേടിച്ച് നമ്മൾ തിരിച്ചു നിന്നിട്ട് വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് നടന്നു. ഇവരപ്പോഴും നമ്മൾ വഴി മുളക്കുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. നമ്മളൊന്നും മൈൻഡാക്കാണ്ട് കൈ പിടിച്ചിട്ട് സ്പീഡിൽ ഓടിയൊരു സമയത്ത് അവിടെ ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഓരോരുത്തർ പോയിട്ട് ഓരപ്പുറത്ത് പോയി അങ്ങോട്ട് ഇരുന്നിട്ട് ഓരോ ഫോണിൽ നിന്നാന്ന് തോന്നുന്നു ഞങ്ങളെ ഫ്രണ്ടിനെ വിളിച്ച്. അപ്പോൾ അവന് ബാക്കിയുള്ള എല്ലാവരും ഇവിടെ കൂട്ടിയിട്ട് ഞങ്ങളെടുത്ത് വന്ന് അങ്ങനെ ഇതായി. അന്നും ഇതേപോലെ ശരിക്കും നല്ലോണം പേടിച്ച്. എൻ്റെ മനസ്സിലെന്താ വെച്ചാൽ ഇവളവന്മാരെന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ നമ്മൾ ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഒരു ഇതായിട്ട് ഭയങ്കര പേടിച്ച്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ബാംഗ്ലൂർ പോയതാണ് ഞങ്ങൾ. ബാംഗ്ലൂർ ഞാൻ, ഷബീർക്ക, ചോട്ടു, പിന്നെ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് നിഹല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ 4 പേരും ഇതേപോലെ 5 പേരുണ്ടായിരുന്നു, വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ചെക്കന്മാരും 2 പെണ്ണുങ്ങളും അങ്ങനെ പോയിന്ന്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു പബ്ബിൽ പോയി. അതും ഇതുപോലെ അറൗണ്ട് ഒരു 1 മണിയൊക്കെ ആ സമയത്താണ്. പബ്ബിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 1:30 ആ സമയമൊക്കെ കഴിക്കണം, 1:30-2 മണി ആ സമയമൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുക. ഞങ്ങളുടെ കാറ് ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് നമ്മളെ കാറ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ അത്രയും ദൂരം ഡിസ്റ്റൻസ് നമ്മൾ നടന്നു പോകണം. ഞങ്ങൾ തിരിച്ചു വന്നത് കാറ് നിർത്തിയിട്ട് ഓട്ടോയിലായിരുന്നു വന്നത്. പക്ഷേ ആ സമയത്ത് ഓട്ടോ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളെ കാറിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും നടക്കേണ്ട ആവശ്യമില്ലല്ലോ, ഷബീർക്കും മറ്റവനും പോയിട്ട് കാർ എടുത്ത് വാ, ഞങ്ങൾ 3 പേരും, ഞാനും ചോട്ടും മറ്റേ പെണ്ണും, ഞങ്ങൾ 3 പേരും ഇവിടെ ഇരുന്നോളാം, സ്ട്രീറ്റിൽ നിന്നോളാം, നിങ്ങൾ പോയിട്ട് കാർ എടുത്തിട്ട് വാ. കാരണം അത്രയും ദൂരം നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു. കോമഡി എന്താണെന്ന് വെച്ചാൽ ഷബീർ ഖാൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണ്. ഞാനാണെങ്കിൽ ഫോട്ടോസ് എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷബീർ ഖാൻ്റെ ഫോൺ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഷബീർ ഖാൻ്റെ ഫോണും ഉണ്ട്, എൻ്റെ ഫോണും ഉണ്ട് എൻ്റെ കയ്യിൽ, പിന്നെ ചോട്ടും നിഹരും. ഞങ്ങളെല്ലാവരും കൂടെ അവർ കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ 3 ആൾ എന്ത് ചെയ്തു, സ്ട്രീറ്റിൻ്റെ അവിടെ ഒരു സ്റ്റെപ്പ് കണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആൾ അവിടെ ഇരുന്നു, ഒരു കാർ കൊണ്ട് വരട്ടെ, അത്രയും സമയം ഉണ്ടല്ലോ ജസ്റ്റ് ഞങ്ങൾ ഫോണിൽ കളിച്ചിങ്ങനെ ഇരിക്കാം. അപ്പോൾ ആ സമയത്ത് ഒരു ചങ്ങായി ബൈക്കിലിങ്ങനെ പോകുന്നുണ്ട്. ബൈക്കിലിങ്ങനെ പോയപ്പോൾ അയാൾ ഞങ്ങളെ നോക്കി, ഞങ്ങളല്ല കൂടെയുള്ള 2 പെണ്ണുങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കോഴിയായിരിക്കും, ഈ സമയത്ത് അങ്ങനെ കമൻ്റ് അടിക്കാൻ വേണ്ടി അങ്ങനെ വരുമല്ലോ, അങ്ങനെ വന്നതായി വിചാരിച്ച് ആദ്യം നമ്മൾ മൈൻഡ് ആക്കിയില്ല. അപ്പോൾ വീണ്ടും അയാൾ തിരിച്ച് അതേ റൂട്ടിൽ തന്നെ പോയി. അപ്പോൾ പോയ സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഹായ് എന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. കാരണം അയാൾ ഇവരെ തന്നെ നോക്കുക, ഹായ് എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പോയി. പിന്നെ ഞങ്ങൾ
ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങളിങ്ങനെ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഈ റോഡിൻ്റെ നമ്മൾ ഇരിക്കുന്ന സ്റ്റെപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് ഇരിക്കുന്നത് നിഹലെ, അതിൻ്റെ നടുവിൽ അതിൻ്റെ അപ്പുറത്ത് ചോട്ടു, ഈ അറ്റത്ത് ഞാൻ, അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും 3 പേര് ഫോണിൽ കളിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ 2 ഫോണും ഉണ്ട്. ചോട്ടു അവരുടെ ഫോണിൽ സ്ക്രോൾ ചെയ്യുക, നിഹല അവളുടെ ഫോണിൽ സ്ക്രോൾ ചെയ്യുക. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാൾ ബൈക്കിൽ സ്പീഡിൽ അങ്ങോട്ട് വന്നിട്ട് നിഹാലിൻ്റെ ഫോൺ തട്ടിപ്പറിച്ചങ്ങോട്ട് ഇതാക്കി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൾ ഫോൺ ഇങ്ങനെ പിടിച്ചിരുന്നത്. സാധാരണ നമ്മൾ ഫോണാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല പിടിക്കുക, പക്ഷെ അവൾ ഇങ്ങനെ മുകൾ ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിരുന്നത്. അപ്പോൾ അവളെ കൈ പിടിച്ചിട്ടാണ് അയാൾ വലിച്ചത്. അപ്പോൾ ഇവളുടെ കയ്യിൽ അയാളുടെ നഖം തട്ടിയിട്ട് മുറിയായിരുന്നു. പക്ഷെ ഫോൺ കിട്ടില്ല, ഫോൺ നിലത്ത് ചാടി. അപ്പത്തിന് ഞങ്ങൾ 3 പേര് എണീറ്റപ്പോൾ ആൾ സ്പീഡ് പോയി. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് എണീറ്റേ, അയാളെ തല്ലാനോ ഇതാക്കാനൊന്നും നമ്മൾ പേടിച്ച്. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ആദ്യമായിട്ടല്ലേ. അപ്പോൾ അയാൾ സ്പീഡിൽ വണ്ടി എടുത്തിട്ട് പോയി. നമുക്ക് ഭയങ്കര പേടി, അയാൾ ഇനിയും വരുമോ എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥ. ഞങ്ങൾ 3 പേരും അപ്പം തന്നെ ഞങ്ങളുടെ ഫോണൊക്കെ പോക്കറ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നടന്ന്. സത്യം പറഞ്ഞ ഓലക്കായും കൂടുതൽ ഞാൻ പേടിച്ചിക്കണ്. നമുക്ക് ഓല മുന്നിൽ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ, ഒരു 2 പെണ്ണുങ്ങളല്ലേ. അങ്ങനെ 3 ആൾ സ്പീഡിൽ നടന്ന സമയത്ത് വീണ്ടും ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു അത് അയാൾ തന്നെ ആയിരിക്കും. നമ്മൾ പേടിച്ചിങ്ങനെ നിൽക്കുക, ഉറപ്പിച്ചു. നമുക്കാണെങ്കിൽ ഷെബീർക്കും മറ്റോനും കാർ എടുക്കാൻ എങ്ങോട്ടാ പോയതെന്നും ഓർമ്മയില്ല. കാരണം കുറേ റോഡുകളുണ്ട്, ഓല ഏത് റോഡിൽ കൂടിയാണ് പോയിക്കണം, എവിടെ വണ്ടി നിർത്തി ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഷെബീർഖാൻ്റെ ഫോണാണെങ്കിൽ എൻ്റെ കയ്യിലാണ്, എങ്ങനെ അവരെ വിളിക്കുക? മറ്റവൻ്റെ നമ്പർ നമ്മളത് സേവ്ഡും അല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ സ്പീഡിൽ നടന്നു. ഞങ്ങൾ പേടിച്ച് ഇങ്ങനെ സ്പീഡ് 3 ആൾ ഒറ്റക്കെട്ടായിട്ട് നടക്കുക. അപ്പോൾ ഒരു ഓട്ടോ വന്നിട്ട് വിലങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നിർത്തി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തീർന്നു എന്ന്. ഇവരുടെ ആൾക്കാർ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന എന്തോ സംഭവിച്ചിട്ട് ഇവരിങ്ങനെ നിർത്തി. ഓട്ടോയിൽ നിന്ന് ഒരു പെണ്ണും ഒരു ചങ്ങായി ഇറങ്ങി. അവരിങ്ങനെ നമ്മളെ നോക്കി, നമ്മൾ പേടിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിന്നു. പക്ഷെ അത് വേറെ എന്തിനോ വന്നായിരുന്നു. നമ്മൾ ഇവരുടെ ആൾക്കാരെ ചോദിച്ചാൽ നമ്മൾ പേടിച്ച്. പക്ഷേ അത് പിന്നെ അങ്ങനെ പോയി. ഞങ്ങൾ 3 പേരും അങ്ങനെ നടന്ന്. പക്ഷെ അന്ന് മനസ്സിൽ മൊത്തം ഒരു സാധനമായിരുന്നു. അതായത് അയാളിപ്പോൾ ആ ഫോൺ കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. കുറേ സംഭവം ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അതേപോലെ ബാംഗ്ലൂർ ബസ് ഇറങ്ങിയിട്ട് അവൻ്റെ കത്തി കാണിച്ചിട്ട് ലാപ്പും ഫോണൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരാൾ. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് സോളോ ട്രിപ്പ് പോകാൻ പേടിയാവുക, പ്രത്യേകിച്ച് നോർത്ത് ആ സൈഡിലോട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പുറത്തൊക്കെ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്ന സ്ഥലത്തൊക്കെ കുറേയൊക്കെ സേഫാട്ടോ. ഇപ്പം ഞാൻ വിയറ്റ്നാം പോയി, തായ്ലൻഡ് പോയി, മാൽദീവ്സ് പോയി, അവിടെയൊക്കെ ഭയങ്കര സേഫാണ്. മാൽദീവ്സിലൊന്നും കള്ളന്മാർ പോലും ഇല്ല, അത്രയും സേഫായിട്ടുള്ള സ്ഥലം. ഇനി ഇവിടുന്ന് പോയാൽ ആരെങ്കിലും മോഷ്ടിച്ചാൽ അത്രേ ഉള്ളൂ. അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ക്ലീനാണ്. നമ്മുടെ ഇന്ത്യയിലാണെന്ന് തോന്നുന്നത് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പോണ്ടിയുടെ പോണ്ടിയിൽ എനിക്കുണ്ടായ ഇൻസിഡൻറ്റ് ഇതേപോലെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വട്ടം പറഞ്ഞ സമയത്ത് കുറേ പേര് പറഞ്ഞിരുന്നു അവർക്കും ഇതുപോലത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പോണ്ടി പെൺകുട്ടികൾക്ക് ഒരിക്കലും സേഫല്ല, പ്രത്യേകിച്ച് രാത്രിയിൽ പോണ്ടിയിൽ ഇറങ്ങി നടക്കുന്നത് ഒട്ടും സേഫല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ വേറൊരു ക്രിയേറ്ററിൻ്റെ റീലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവളും ഇതേപോലെ അവൾക്ക് പോണ്ടിയിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ ഞാൻ നന്നായിട്ട് പേടിച്ച്. കാരണം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും ഓക്കെ, ഇത് നമ്മുടെ കൂടെ ഒരാളുണ്ടായിട്ട് അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ കാലാകാലം ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനത്തെ ആ ഒരു ട്രോമ പിന്നെ കാലാകാലം നമ്മൾ വിട്ട് പോകില്ല. എനിക്കിപ്പോൾ തന്നെ അത് ഓർക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. അന്ന് രാത്രി ഞങ്ങൾക്ക് ഉണ്ടായൊരു സംഭവം. ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വില്ലന്മാർ വന്ന് നമ്മളങ്ങനെ ആക്രമിക്കുന്ന പോലത്തെ ഒരു സംഭവം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനാവാത്ത 3 അനുഭവങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പങ്കുവെക്കുക. നന്ദി, നമസ്കാരം.